ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണ് ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ 38 വർഷക്കാലം കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യന് കർത്താവ് സൗഖ്യം നൽകുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ളതായ ഒരു കാര്യമാണ് ഇന്ന് നാം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് ആട്ടുവാതിൽക്കലെ ആശ നശിച്ചവൻ എന്നുള്ളതാണ്. 5-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥേസ്ത എന്ന പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 വർഷം രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലക്കുമ്പോൾ അതെ, എന്നെ കുളത്തിലിറക്കുവാൻ ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തു യഹൂദന്മാരുടെ എതിർപ്പുകളും കല്ലേറും സ്വീകരിച്ച് പട്ടണത്തിലെ പ്രമാണിയെയും പാപിനിയെയും രക്ഷിച്ച് സ്വർഗവാസത്തിൻ്റെ അധികാരം ഉള്ളവനാണെന്ന് തൻ്റെ പ്രവൃത്തിയിൽ ലോകത്തിന് തെളിയിച്ചു. യഹൂദന്മാരുടെ പ്രധാനമായ പെരുന്നാളുകൾ 7 അതിലേത് പെരുന്നാളിലാണ് കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു പെരുന്നാളിൽ സംബന്ധിക്കവേ അതിന് സമീപത്ത്, അതായത് യെരുശലേമിന് ആട്ടുവാതിൽക്കൽ ഒരു കുളമുണ്ടായിരുന്നു. ബെഥേസ്ത എന്ന് പറഞ്ഞാൽ കരുണയുടെ ഭവനം എന്നർത്ഥം. ആട്ടുവാതിൽ യെരുശലേം ദേവാലയത്തിൻ്റെ വാതിലുകളിലൊന്ന്. ഈ വാതിൽ വഴിയാണ് യാഗത്തിനുള്ള ആടുമാടുകളെ അടിച്ചു കൊണ്ടുവരുന്നത്. ഇവിടെ അർപ്പിക്കുന്ന ഉരുവിന് ഊനം ഒട്ടുമില്ലാത്തതായിരിക്കണം. അങ്ങനെയുള്ള ആടിനെ വേണം പുരോഹിതൻ അർപ്പിക്കുവാൻ. ഈ ആട് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ നിഴലത്ര. ഇവിടെയുള്ള കുളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത 5 മണ്ഡപമുള്ളതാണ്. ഇത് പഞ്ചഗ്രന്ഥമായ ന്യായപ്രമാണത്തിൻ്റെ ചിത്രമാണെന്നും ന്യായപ്രമാണം കൊണ്ട് ഒരു ജഡവും ശുദ്ധീകരിക്കപ്പെടുകയില്ല എന്നും വ്യാഖ്യാതാക്കൾ ചിന്തിച്ചു പോരുന്നു. ഒരു പാപിക്ക് അവൻ്റെ പരിഹാരമോ രോഗശമനമോ സന്തോഷമോ നൽകുവാൻ സാധിക്കുകയില്ലെന്നുള്ള സത്യം ഈ കുളത്തിലെ മനുഷ്യനിൽ നിന്ന് ഗ്രഹിക്കാം. ഇവിടെ ഈ മനുഷ്യനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അവനെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ അവന്
അത് അപ്രമേയമായിരുന്ന ഒരു കാര്യമാണ്. ഒന്ന്, അവനൊരു ഹെൽത്ത്ലെസ് ആയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. രണ്ട്, അവന് ഹെൽപ്ലെസ്, അവനെ ആരും സഹായിക്കാനില്ല. ഇപ്പം നമ്മൾ വായിച്ചു കിട്ടു, സഹായിക്കാൻ ആരുമില്ല, ഹെൽപ്ലെസ് ആയിരിക്കുന്ന മനുഷ്യനാണ്. മറ്റൊന്ന്, അവൻ ഹോപ്പ്ലെസ് ആണ്, അവനൊരാശയമില്ല. അങ്ങനെ ഹെൽപ്ലെസ്, ഹോപ്പ്ലെസ് ആയിരിക്കുന്ന ഈ മനുഷ്യന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ നിലയിൽ സൗഖ്യം നൽകുകയും അവന് ആരോഗ്യം പ്രദാനം ചെയ്യുകയും അവനെ സഹായകനായിട്ട് യേശു ക്രിസ്തു അവൻ്റെ അടികൾ വരികയും അവനൊരാശ നൽകുകയും ചെയ്യുന്ന ചരിത്രമാണ്, സത്യമാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലെ മനുഷ്യനെ പോലെ ഇരിപ്പ് മനോഹരമാണ് എങ്കിലും ജീവിതം തകർന്നതാണ്. എന്നാൽ ബെഥസ്ദയിലെ മനുഷ്യൻ ആകട്ടെ നീണ്ട 38 വർഷക്കാലം ആയിരിക്കുകയാണ്. കാരണം അന്ധനെ നേർവഴിയിൽ നടത്തുവാനോ തെറ്റായ ചിന്തകളെ മാറ്റിക്കൊടുക്കുവാൻ തക്കതായ ആ പുരോഹിതന്മാരോ നടത്തിപ്പുകാരോ സംഘടനയോ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നായിരുന്നെങ്കിൽ ഏതെല്ലാം നിലയിലുള്ളതായ ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, വലിയ ആത്മീയ നേതാക്കൾ ഉണ്ടായിരുന്നതിന്. എന്നാൽ ഇവിടെ സൗഖ്യമാകാതെ കിടക്കുന്ന, ആർക്കും വേണ്ടാത്ത ഒരുവൻ സൗഖ്യമാകുവാൻ അവൻ ആഗ്രഹക്കുറവുണ്ടല്ല, പിന്നെയോ സൗകര്യക്കുറവുണ്ടാണെന്ന് രോഗിയുടെ വായിൽ നിന്ന് കേൾക്കാം. 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വ്യക്തമാകുന്നു. രോഗിയുടെ ഒരു പരാതി, തനിക്ക് ആരുമില്ല, എല്ലാം ഉള്ളവരോടും സ്നേഹം കാണിക്കുവാൻ ധാരാളം പേർ ഉണ്ട്, അല്ലെങ്കിൽ കടന്നു വന്ന് എന്ന് വരാം. എന്നാൽ ഒന്നുമില്ലാത്തവനെ ധനം, കുലം, വർണ്ണം, കുടുംബം എന്നിത്യാദി കാര്യങ്ങളില്ലാത്തവനോട് യേശുനാഥൻ കാട്ടിയ സ്നേഹം കാണിക്കുവാൻ അറച്ചു നിൽക്കുന്ന പുരോഹിത അതുപോലെ തന്നെ വർഗങ്ങൾ ഇന്ന് ധാരാളം കാണാം. എന്നാൽ ആശ നശിച്ച 38 വർഷങ്ങൾ അടുത്തു വന്ന് അനുകമ്പയോടെ, ആർദ്രതയോടെ അവൻ്റെ പ്രശ്നങ്ങളെ ആരായുന്ന യേശുനാഥൻ അവനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. അവ പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ രക്ഷയുടെ സുപ്രധാനമായ സത്യങ്ങളാണ്. അവ താഴെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1, ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഉടനടി അനുസരിക്കണം. 2, സംശയിക്കാൻ പാടില്ല. 3, ചോദ്യം ചെയ്യരുത്. താമസം അനുഗ്രഹത്തെ നഷ്ടമാക്കുന്നതാണ്. ക്രിസ്തു ഈ വ്യക്തിയോട് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കുക. അവൻ ചെയ്യേണ്ടുന്ന 1-ാമത്തെ കാര്യം എഴുന്നേൽക്കുക എന്നുള്ളതാണ്. എവിടെ നിന്ന്? പഴയ പരിചയങ്ങളിൽ നിന്ന്, ഇരിപ്പിടങ്ങളിൽ നിന്ന് അവൻ എഴുന്നേൽക്കണം. ഇവിടെ 2, കിടക്ക എടുത്ത് നടക്കുക. നടപ്പ് മുൻപോട്ടായിരിക്കണം. നടക്കുവാൻ മുൻപരിചയം ഇല്ലാത്തവന് ക്ഷണത്തിൽ ശക്തി ലഭിച്ചു. അവൻ്റെ ഭാഗ്യം വർണ്ണനാതീതം അത്രേ. ഇന്ന് എത്രയോ ആളുകൾ സൗഖ്യം കൊടുക്കുന്നവരുണ്ട്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ തദൈവ പഴയ സ്ഥിതി തന്നെയാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു? ഇവനതിന് നന്ദി അർപ്പിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് എന്ത് ചെയ്തു? ഇവൻ കടപ്പെട്ടവനാണ്. ഈ 38 വർഷക്കാലം ഉള്ള രോഗം പിടിച്ചവൻ മാത്രമല്ല, ഏതൊരു വ്യക്തിയുടെയും പാപങ്ങൾ ക്ഷമിച്ച് കിട്ടിയിട്ടുണ്ടോ അവൻ തന്നോട് കരുണ കാണിച്ചവനെ, രക്ഷിച്ചവനെ ആരാധിക്കണം. ഈ മനുഷ്യൻ പിന്നീട് സകല യഹൂദന്മാരോടും ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിച്ചു. യോഹന്നാൻ 5:17. ഇത് ഒരു വിശ്വാസി പ്രഖ്യാപിക്കേണ്ട കാര്യമാണ്. ആകയാൽ രക്ഷയുടെ സന്തോഷം, ആരാധനയുടെ മാഹാത്മ്യം അറിഞ്ഞവൻ രക്ഷിതാവിനെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഈ സൗഖ്യമായവൻ വെളിപ്പെടുത്തുന്നു. ആകയാൽ പ്രിയരെ, നമുക്കും ഈ മാഹാത്മ്യം അറിഞ്ഞ രക്ഷിതാവിനെ സാക്ഷീകരിക്കേണ്ടതാണെന്നും അതോടൊപ്പം തന്നെ ഈ സൗഖ്യമായവൻ വെളിപ്പെടുത്തുന്ന ഈ സത്യങ്ങളെ നാമും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയരെ, നമുക്ക് ഈ മനുഷ്യനെ പോലെ രക്ഷിതാവിനോട് നന്ദിയും സ്നേഹവും ആരാധനയും അർപ്പിച്ച് തികച്ചും അവനെ സാക്ഷിച്ചും മഹത്വം കൊടുത്തും ജീവിക്കുവാൻ ഇടയായി തീരേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കാം. അവനോട് പറഞ്ഞ ഒരു കാര്യം 14-ാമത്തെ വാക്യമാണ്, 5:14. അനന്തരം യേശുവിനെ ദേവാലയത്തിൽ കണ്ടു. അവനോട്, നോക്കുക, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത്. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്
ഒരു ഉപദേശം കൂടെ യേശു നൽകി എന്ന് മാത്രമല്ല, യേശുവിനെ ദേവാലയത്തിൽ കണ്ടു. വലിയ ഉത്തരവാദിത്വത്തോടുകൂടി അവൻ ദേവാലയത്തിൽ വന്നതുപോലെ നമുക്കും കർത്താവിനെ സാക്ഷിക്കാൻ, മഹത്വപ്പെടുത്താം. പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.